9 ജനുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഫേക്ക് ഇന്ത്യൻ കോവിഡ് മെഡിസിൻസ് ഫ്ലഡിങ് ചൈനീസ് ബ്ലാക്ക് മാർക്കറ്റ്. നമുക്കറിയാം ചൈനയിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോവിഡ് സർജ് ഉണ്ട്. കോവിഡ്-19 കേസസിൻ്റെ നമ്പർ വളരെയധികം കൂടുതലാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത്രയധികം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഫേക്ക് ഇന്ത്യൻ കോവിഡ് മെഡിസിൻസ് ആണ് ഫ്ലഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ജനറിക് മെഡിസിൻസിൻ്റെ ഫേക്ക് കൗണ്ടർ പാർട്സാണ് അവിടെ ഫേക്ക് ആയിട്ടുള്ളതാണ് അവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ആൻറ്റി വൈറൽസിനൊക്കെ ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഫേക്ക് മെഡിസിൻസ് സർക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം. ചൈനീസ് ഹെൽത്ത് എക്സ്പേർട്സ് ആർ വാർണിംഗ് ദാറ്റ് ഫേക്ക് വേർഷൻസ് ഓഫ് ഇന്ത്യൻ ജനറിക് മെഡിസിൻസ് ആർ ഫ്ലഡിംഗ് ദ ബ്ലാക്ക് മാർക്കറ്റ് ഇൻ ചൈന ആസ് റെക്കോർഡ് സർജ് ഓഫ് കോവിഡ്-19 കേസസ് ഫ്യൂവൽസ് ഡിമാൻഡ്സ് ദ ആൻറ്റി വൈറൽസിന് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇത്രയധികം ഫേക്ക് ആയിട്ടുള്ള മെഡിസിൻസ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫേക്ക് മെഡിസിൻസ് എന്നാണ് പറയുന്നത്. വിത്ത് Paxlovid in short supply and highly regulated in government clinics, sale of Indian generic versions have ballooned through Chinese e-commerce platforms in the wake of ending of the zero COVID policy on December 7. അപ്പോൾ ഇത്രയധികം എന്താ പറയുക കേസസ് കാരണമാണ് ഇങ്ങനെയൊരു ഫേക്ക് ഇന്ത്യൻ കോവിഡ് മെഡിസിൻസ് അവിടെ ഫ്ലഡ് ചെയ്യുന്നതെന്ന് പറയും. അടുത്തത് നോർത്ത് ഇന്ത്യയിൽ അതിഭീകരമായിട്ടുള്ള കോൾഡ് വേവ് ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ക്ലൈമറ്റാണ് നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ഇത്തവണ കാണുന്നതെന്ന് പറയുന്നത്. വിൻ്റർ വെക്കേഷൻ ഇൻ ക്യാപിറ്റൽസ് പ്രൈവറ്റ് സ്കൂൾ എക്സ്റ്റെൻഡ് ടിൽ ജനുവരി 15 വരെ വെക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. കാരണം അതിഭീകരമായ ശൈത്യമാണ് അവിടെയുള്ളത്. ഡൽഹി ഓൺ സൺഡേ റെക്കോർഡ് മിനിമം ഓഫ് 1.9 ഡിഗ്രി സെൽഷ്യസ്, ദ ലോവസ്റ്റ് ഫോർ ദിസ് സീസൺ. റെസ്പൈറ്റ് ലൈക്ലി ഫ്രം ട്യൂസ്ഡേ. IMD ഇഷ്യൂസ് റെഡ് അലേർട്ട്, ആസ്ക് പീപ്പിൾ ടു ബി വിജിലൻറ്റ് അഗൈൻസ്റ്റ് കോൾഡ് റിലേറ്റഡ് ഇൽനസ്. ഇപ്പോൾ 1.9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അതിഭീകരമായ തണുപ്പ് തന്നെയാണ്. ഇൻ ദ വീക്ക് ഓഫ് ദ കോൾഡ് വേവ് ദാറ്റ് ഹാസ് ഹെൽഡ് സ്വേ ഓവർ ദ ക്യാപിറ്റൽ ഫോർ എ വീക്ക്, ദ വിൻ്റർ വെക്കേഷൻ ഇൻ ഡൽഹീസ് പ്രൈവറ്റ് സ്കൂൾസ് ഹാവ് ബീൻ എക്സ്റ്റെൻഡ് ടിൽ ജനുവരി 15. ദ പ്രൈവറ്റ് സ്കൂൾസ് ഇൻ ദ സിറ്റി വർ ഷെഡ്യൂൾഡ് ടു ഓപ്പൺ ടുഡേ. ഇപ്പോൾ ഇന്ന് തുറക്കേണ്ടിയിരുന്നതാണ്, പക്ഷേ 15 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം അതിഭീകരമായ ശൈത്യമാണ്. നമുക്ക് 1.9 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. ഇത് ശരിക്കും ആക്ച്വലി ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വരുന്ന എക്സ്ട്രീം ക്ലൈമറ്റ് സിനാരിയോസാണ്. അത് ഇനി അങ്ങോട്ട് നമ്മൾ ടേക്കപ്പ് ചെയ്തില്ലൊരു സസ്റ്റൈനബിൾ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് നമ്മൾ ടേക്കപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതിലും ഹാർഷായിട്ടുള്ള ക്ലൈമറ്റ് സിനാരിയോസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളതിൻ്റെ ഒരു വാർണിംഗ് ആണ് ഇത്. ഗവൺമെൻറ് കോൾസ് ഫോർ കോഷൻ ആസ് എവിയൻ ഫ്ലൂ കൺഫേംഡ് ഇൻ കേരള ഡിസ്ട്രിക്ട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിയൻ ഫ്ലൂ പല ഡിസ്ട്രിക്ട്സിലും കൺഫേം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ അധികം ഭയങ്കരമായിട്ടുള്ള വാർണിംഗും അതുപോലെ തന്നെ പ്രിക്കോഷൻ എടുക്കേണ്ടതാണ്. ഓൺ സാറ്റർഡേ ദ ഫ്ലൂ ഹാസ് ബീൻ കൺഫേംഡ് ഇൻ അഴൂർ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ക്യാപിറ്റലിലും ഈ പറഞ്ഞ ഏവിയൻ ഫ്ലൂ കൺഫേം ആയിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഡയറക്റ്റഡ് ഓൾ ഡിസ്ട്രിക്ട്സ് ടു ബി അലേർട്ട് ആസ് റിപ്പോർട്ട്സ് ഓഫ് ഏവിയൻ ഫ്ലൂ ഹാവ് ബീൻ കൺഫേംഡ് ഇൻ മെനി ഡിസ്ട്രിക്ട്സ്. ഓൺ സാറ്റർഡേ ഏവിയൻ ഫ്ലൂ ഹാഡ് ബീൻ കൺഫേംഡ് ഇൻ അഴൂർ ഗ്രാമപഞ്ചായത്ത് ഇൻ തിരുവനന്തപുരം. സോ ആക്ച്വലി പൗൾട്രി ഫാമേഴ്സിനെ അതുപോലെ തന്നെ ഈ പറയുന്ന ഡൈവേഴ്സിറ്റീനൊക്കെ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഏവിയൻ ഫ്ലൂ ആക്ച്വലി നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പല സ്ഥലത്തേക്കും അത് സ്പ്രെഡ് ചെയ്യാൻ കാരണമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് കോസ് എന്നറിയാം? ഏവിയൻ ഫ്ലൂയുടെ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇമ്പോർട്ടൻ്റ്. ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ടൈംലി ഹോൾട്ട്, SC മസ്റ്റ് ലേ ഡൗൺ റീഹാബിലിറ്റേഷൻ നോംസ് ഫോർ എവിക്ഷൻ ഫ്രം പബ്ലിക് സ്പേസസ്. ഇതെന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അറിയാം, ഇതിനിടയ്ക്ക് നമുക്കൊരു ന്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു. ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹൽദ്വാനി ഡിസ്ട്രിക്റ്റിൽ അവരുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പബ്ലിക് സ്പേസ്, റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്പേസിൽ 50 to 70 വർഷത്തോളം ആൾക്കാർ താമസിച്ച് വന്നിരുന്നു. അപ്പോൾ അവർക്ക് ആക്ച്വലി അതിൻ്റെ മുകളിൽ റൈറ്റ് ഉണ്ടെന്ന രീതിയിൽ അവർ താമസിച്ച് വന്നപ്പോഴത്തേക്ക് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഹൽദ്വാനി ഡിസ്ട്രിക്റ്റിലെ ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടും ഈ പറഞ്ഞ വിധി പ്രഖ്യാപിച്ചിരുന്നു. അപ്പം അതിനെതിരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് അവരെ ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ, കാരണം 50 to 60 വർഷം വരെ താമസിച്ചു വന്നിരുന്ന ഒരാളെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിരുന്നു. അതാണ് ഇന്നത്തെ എഡിറ്റോറിയലായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോർട്ട്സ് ടൈംലി ഇൻ്റർവെൻഷൻ ഹാസ് halted the forcible eviction of some 50,000 people from Haldwani in Uttarakhand, where the occupants are accused of squatting on railway property for decades. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്രയോ ഡീക്കേഡ്സ് ആയിട്ട് താമസിക്കുന്ന 50,000 പേരെ ഒഴിപ്പിക്കാനാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പക്ഷേ സുപ്രീം കോടതി ടൈംലി ഇൻ്റർവെൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായി ഇടപെട്ട് അവരെ ഒഴിപ്പിക്കുന്നത് തടയാണ് ചെയ്തത്. ഈവൻ പാരാമിലിറ്ററി ഫോഴ്സസിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വരെ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ആക്ച്വലി ഹ്യൂമൻ റൈറ്റ്സ് ആംഗിൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ദ ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ട് ഹാസ് ടേക്കൺ എ ടഫ് സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ദ റെസിഡൻസ് ആൻഡ് പാസ്ഡ് എ സ്ലീവ് ഓഫ് ഡയറക്ഷൻസ് ദാറ്റ് വുഡ് ഹാവ് എൻറ്റൈറ്റിൽഡ് ദ എവിക്ഷൻ വിത്തിൻ എ വീക്ക്, ബാക്ക്ഡ് ബൈ ഫോഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് പാരാമിലിറ്ററി ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഉത്തരാഖണ്ഡിൻ്റെ ഹൈക്കോർട്ടിൻ്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു എങ്ങനെയെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിക്കണമെന്നും അതിന് പാരാമിലിറ്ററി ഫോഴ്സസിനെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നും
ഫോഴ്സ് ഉപയോഗിച്ച് ഈ പറഞ്ഞ 50,000 പേരെ ഒഴിവാക്കാമെന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അത് ഹ്യൂമൻ ആംഗിളിൽ നോക്കാത്തൊരു പരിപാടിയായിരുന്നു, വളരെ ടഫായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. അതാണ് സ്റ്റേ ചെയ്തത്. ഇറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ് ദ ബെഞ്ച് അണ്ടർസ്കോർഡ് ദ ഹ്യൂമൻ ആംഗിൾ ടു ദ ഇഷ്യൂ ആൻഡ് സ്പോക്ക് അബൌട്ട് ദ നീഡ് ഓഫ് റീഹാബിലിറ്റേഷൻ ബിഫോർ എവിക്ഷൻ വൈൽ സ്റ്റേയിങ് ദ ഓർഡർ. അപ്പോൾ സുപ്രീം കോടതി ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 50,000 പേരെ 50-60 വർഷമായി താമസിക്കുന്നവരെ ഒറ്റയടിക്ക് ഒരു രാത്രി കൊണ്ട് പുറത്താക്കാൻ പറ്റില്ല എന്നും അവരെ സ്യൂട്ടബിളായിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള കടമ ആർക്കുണ്ടെന്നും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് പോലെ തന്നെ ഗവൺമെൻറ്റിനുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. കാരണം ഈ പറയുന്ന നമ്മുടെ ഒരു റീഹാബിലിറ്റേഷൻ്റെ റെക്കോർഡ് വളരെ മോശമാണ് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഒരാളെ ഒഴിപ്പിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അയാളെ കൃത്യമായി റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന മെക്കാനിസംസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് നമ്മൾ പൊതുവേ പാലിക്കാറില്ല എന്നതാണ് നമ്മുടെ ഒരു ഹിസ്റ്ററി നമ്മളെ കാണിച്ചു തരുന്നത്. കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഓക്യുപ്പൻസ് ഓഫ് പബ്ലിക് ലാൻഡ് ആൻഡ് ദ സ്റ്റേറ്റ് ദാറ്റ് വാണ്ട്സ് ടു റീക്ലെയിം ദ ലാൻഡ് ആർ നെവർ എൻഡിങ് സാഗ ഇൻ ദ കൺട്രി. കാരണം ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഈ പറയുന്ന ഇൻഹാബിറ്റൻസ് ഇതിൻ്റെ ഒരു വിധി വരുന്നത്. കാരണം ഇത് പബ്ലിക് സ്പേസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, ഒഴിവാവണം എന്ന് പറയുന്നത്. പക്ഷേ എത്രയോ വർഷമായിട്ട് അവരുടെ ലൈവ്ലിഹുഡും അല്ലെങ്കിൽ അവരുടെ താമസമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് ഹൗസിംഗ് ആസ് വെൽ എസ് ഇന്നാഡിക്വേറ്റ് റെക്കഗ്നിഷൻ ഓഫ് ദി റൈറ്റ് ടു ഷെൽട്ടർ മീൻസ് ദ ലാർജ് മാസസ് ഓഫ് പീപ്പിൾ എൻക്രോച്ച് ഓൺ വേക്കൻറ്റ് ലാൻഡ് ബി ഇറ്റ് ഓൺ ദ ബെഡ് ഓഫ് ദ വാട്ടർ ബോഡീസ് ഓർ ഗവൺമെൻറ് പ്രോപ്പർട്ടി. ഇത്രയധികം ഹൗസിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് ബേസിക് ആയിട്ടുള്ള നീഡ്സിനോ പറ്റാതെ അവർക്ക് തീരെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തവർ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഗവൺമെൻറ് പ്രോപ്പർട്ടി എൻക്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ കൈയേറി അവിടെ താമസിക്കുക എന്ന് പറയുന്നത് കോമൺ കാര്യമാണ്. ദിസ് ഓഫൻ ലീഡ്സ് ടു അറ്റംപ്റ്റ്സ് ടു എവിക്ട് ദ ഓക്യുപ്പൻസ് ആൻഡ് സ്പോൺ ലിറ്റിഗേഷൻസ്. ഇൻവേരിയബിളി ദർ ആർ ക്ലെയിംസ് ടു ഓക്യുപ്പൻസി റൈറ്റ്സ് ബേസ്ഡ് ഓൺ ലോങ് ഇയേഴ്സ് ഓഫ് സ്റ്റേ അറ്റ് ദ സെയിം ലൊക്കേഷൻ. ദർ ആർ കോർട്ട് ജഡ്ജ്മെൻറ്റ്സ് ദാറ്റ് സ്ട്രെസ് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ആൻഡ് കൺസൾട്ടേഷൻ വിത്ത് ഔട്ട്സീസ് ബിഫോർ എവിക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ കോർട്ടിൻ്റെ നിർദ്ദേശം ഓൾറെഡി ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള കുറേ വർഷമായി താമസിക്കുന്ന ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലാണെങ്കിലും താമസിക്കുന്ന ആൾക്കാരെ വളരെ കൃത്യമായിട്ട് റീഹാബിലിറ്റേഷന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ സ്ഥലം ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. India does not have a good record on rehabilitation of those evicted from public spaces, and this case presents an opportunity to Supreme Court to lay down the law of meaningful rehabilitation as well as effective prevention of encroachment. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യൻ റെക്കോർഡ് വളരെ മോശമാണെന്ന് പറയുന്നു. ഈ പറഞ്ഞ കുടിയേറിയ ആൾക്കാരെയൊക്കെ പിടിച്ച് പുറത്താക്കുന്ന സമയത്ത് അവരെ കൃത്യമായി റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, അവരെ പുനരധിവസിപ്പിക്കാനുള്ള മെഷേഴ്സ് പൊതുവേ കുറവാണ്, അവരുടെ ഒരു സക്സസ് റേറ്റും കുറവാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന എൻക്രോച്ച്മെൻറ്റ്, ഈ കയ്യേറ്റം ശരിക്കും ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ നിർത്തലാക്കണം. പക്ഷേ എന്ത് വേണം എന്നാണ് പറയുന്നത്, മീനിങ് ഫുൾ ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ വേണം. ഈ പുറത്താക്കിയ അല്ലെങ്കിൽ 50,000 പേര് ഒരു സ്ഥലത്ത് നിന്ന് പുറത്താക്കുമ്പോൾ അവരും അവരുടെ ഫാമിലീസും കൃത്യമായി മീനിങ് ഫുള്ളായിട്ട് മറ്റൊരു സ്ഥലത്ത് പാർപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. അതിന് സുപ്രീം കോടതി ഡയറക്ഷൻസ് പുറപ്പെടുവിക്കേണ്ടതാണ് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഡിസ്പൈറ്റ് SC ഓർഡർ, സുപ്രീം കോർട്ട് ഓർഡർ, സിംഗിൾ വുമൺ ഡിനേഡ് അബോഷൻ. ഇപ്പോൾ ഇത് അബോഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. നമുക്കറിയാം റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒരുപാട് വുമൺ എംപവറിംഗ് ആയിട്ടുള്ള ഡിസിഷൻസും അമെൻമെൻറ്റ്സും ഈ പറഞ്ഞ അബോഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു സിംഗിൾ വുമണിന് അബോഷൻ ഡിനൈ എന്ന് പറഞ്ഞ ന്യൂസാണ് വരുന്നത്. അബോഷൻ ലോസ് ഇൻ ഇന്ത്യ ഹാവ് കം ലോങ് വേ ബട്ട് ദർ ഈസ് ഓൾവേസ് റൂം ഫോർ ചേഞ്ചസ് ആസ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഷോ. ദ MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അമെൻമെൻറ്റ് ആക്ട് 2021 ഇൻട്രൊഡ്യൂസ്ഡ് എ കീ ചേഞ്ച് ഇൻ സെക്ഷൻ 3 ബൈ എക്സ്റ്റെൻഡിങ് അപ്പർ ലിമിറ്റ് ഫോർ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഫ്രം 20 to 24 weeks ഫോർ സ്പെഷ്യൽ കാറ്റഗറീസ്. 20 to 24 വയസ്സാക്കി, 24 വീക്കാക്കി. 20 ആഴ്ചയായിരുന്നു ഈ പറയുന്ന എബോർട്ട് ചെയ്യാനുള്ള അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞത്. അത് ഈ പറയുന്ന സെക്ഷൻ 3 അമെൻഡ് ചെയ്തിട്ടൊരു കീ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കേസുകളിൽ 24 വീക്ക് വരെയുള്ള പ്രഗ്നൻസീസും അബോർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ടോപ്പ് കോർട്ട് വെന്റ് എ സ്റ്റെപ്പ് ഫർദർ റൂളിംഗ് ദാറ്റ് ദ മെറൈറ്റൽ സ്റ്റാറ്റസ് ഷുഡ് നോട്ട് ബി എ ബാരിയർ ഫോർ വുമൺ ടു സീക്ക് ആൻ അബോർഷൻ അപ് ടു 24 weeks ഓഫ് പ്രഗ്നൻസി. മെറൈറ്റൽ സ്റ്റാറ്റസ് പ്രശ്നമല്ല എന്ന് പറയുന്നു. കാരണം ഈ സിംഗിൾ മദർ ആണെങ്കിലും അവരുടെ ബോഡി ഓട്ടോണോമി, അവരുടെ ശരീരത്തിൽ അവരെന്തൊക്കെയാണോ അവർക്ക് അവരുടെ തീരുമാനം, ശരീരത്തിൻ്റെ മുകളിൽ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഫൈനലായിരിക്കും. അപ്പോൾ സിംഗിൾ മദേഴ്സിനും 24 വീക്സ് വരെ, സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ നോർമലി 20 ആണെങ്കിൽ 24 വീക്സ് വരെ അബോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന രീതിയിൽ സുപ്രീം കോടതി വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും അത് പേപ്പറിൽ മാത്രമാണെന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരാൾ സ്റ്റേറ്റ് റൺ JJ ഹോസ്പിറ്റൽ ഇൻ ഡിസംബർ ലാസ്റ്റ് ഇയർ സീക്കിംഗ് ആൻ അബോർഷൻ. ഷി വാസ് ടേൺഡ് അവേ. ഡോക്ടേഴ്സ് അറ്റ് ദ ഹോസ്പിറ്റൽ ഡിസൈഡഡ് ദാറ്റ് ഹർ കേസ് വാസ് legally complicated. Her pregnancy had crossed 20 weeks. She was unmarried and the reason for her pregnancy was determined as due failure of contraception. She approached the Vadi Hospital, a charitable institution, which turned away. അപ്പോൾ ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങളിൽ ഇവർ പറയുന്നത് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ കേസസ് എന്ന് പറഞ്ഞാൽ കോർട്ട് വിധിച്ചിട്ടുണ്ടെങ്കിലും 24 വീക്ക് എന്ന് പറയുന്നത്, ആ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ആൾക്കാർ ഇപ്പോഴും ഇല്ലീഗലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സ്പെഷ്യൽ കേസ്
കൺസിഡർ ചെയ്യപ്പെടുന്നില്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടും കൺസിഡർ ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈക്വൽ റൈറ്റ്സിൻ്റെ ഡിനയിലാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യകുമാർ യാദവ്, ദ ജ്വൽ ഓഫ് ദ ക്രൗൺ ഓഫ് ഇന്ത്യസ് വൈറ്റ് ബോൾ വാരിയേഴ്സ്. അപ്പോൾ ഇന്ത്യ ഇന്ത്യ ശ്രീലങ്ക T20 സീരീസ് ജയിക്കാനുള്ള കാരണം സൂര്യകുമാർ യാദവിൻ്റെ ഫൈനൽ അത് മൂന്നാമത്തെ കളിയിൽ സെഞ്ചുറിയാണ്. വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള പെർഫോമൻസാണ് സൂര്യകുമാർ യാദവ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഈ വൈറ്റ് ബോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെയധികം ഇംപ്രൂവ്ഡ് ആൻഡ് മാച്ച് വിന്നിങ് ആണെന്ന് നമുക്ക് പറയാം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.